കണ്ണൂരിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചി കോർപ്പറേഷനിലേക്ക് കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള സിറ്റിംഗ് കൗൺസിലർമാർ ആദ്യ പട്ടികയിലുണ്ട്. ജനറൽ സീറ്റിൽ 3 വനിതകളെയും കോൺഗ്രസ് മത്സരിപ്പിക്കുന്നുണ്ട്. 76 സീറ്റുകളുള്ള കൊച്ചി കോർപ്പറേഷനിൽ 65ഇടത്താണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഒന്നാം ഘട്ടമായി 40 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 22 പേർ വനിതകളാണ്. 3 വനിതകൾ ജനറൽ സീറ്റിൽ മത്സരിക്കും. കോടതിയുടെ തീരുമാനത്തിന് അനുസൃതമായി താഴെ തലങ്ങളിൽ ഒരു 2-3 ദിവസം കൊടുത്താണ് ഞങ്ങൾക്ക് ഡിവിഷൻ കമ്മിറ്റികളെല്ലാം കൂടാൻ സൗകര്യപ്രദമായ ദിവസങ്ങളുണ്ടായിരുന്നുള്ളൂ. ജനാധിപത്യ ക്രമത്തിൽ അത് ഏറ്റവും പരിപൂർണമായിട്ടുള്ള ഒന്നാണ്. കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിയിൽ അത്തരത്തിലൊരു വിശാലമായ ചർച്ച നടത്തി 1-1.25 വർഷക്കാലത്തിലധികമായി മുന്നൊരുക്ക പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവസരം കൊടുത്ത് അതിനുശേഷമാണ് പാർട്ടി അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി മികച്ച സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിക്കുന്നത്. വനിതാ സംവരണമായ മേയർ പദവിയിലേക്ക് ഷൈനി മാത്യു, ദീപ്തി മേരി വർഗീസ് എന്നിവരെ പാർട്ടി പരിഗണിക്കുന്നുണ്ട്. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന സിറ്റിംഗ് കൗൺസിലർ മിനിമോളുടെ പേര് ആദ്യ പട്ടികയിലില്ല. CPM വിട്ടുവന്ന ചന്ദ്രനെ വൈറ്റിലയിൽ സ്വതന്ത്രനായി മത്സരിപ്പിക്കും. വൈറ്റില സീറ്റാണ്, പക്ഷെ അത് കോമൺ ആയിട്ട് ഞങ്ങൾ കാൻഡിഡേറ്റ് നിർത്തുകയാണ്. അത് പഴയ കൗൺസിലർ ശ്രീ ചന്ദ്രനാണ് അവിടെ സ്ഥാനാർത്ഥി. UDF സ്വതന്ത്രനായിട്ടാണ്. CPM വന്ന ആളാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് അനുവദിച്ച 2 സീറ്റിൽ സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. 7 സീറ്റിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. മീഡിയ 1 കൊച്ചി.